എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചെന്താമരയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. ചെന്താമര കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. അതായത് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ചെന്താമര നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ചെന്താമരയ്ക്കുള്ള ശിക്ഷ ഇന്ന് തന്നെ വിധിക്കുമോ എന്നതാണ് നമ്മൾ ഇനി അറിയേണ്ടത്. നാടിനെ നടുക്കിയ കൊലക്കുറ്റം ആയിരുന്നു 2025 ജനുവരി 27 നടന്ന കൊലക്കുറ്റം. ആ കൊലക്കുറ്റത്തിൽ ഇരട്ട കൊലപാതകം ആണ് ചെന്താമര നടത്തിയത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെയുള്ള ഒരു കേസിൽ ഇപ്പോൾ സുപ്രധാനമായ നിരീക്ഷണം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വിധി, ആ വിധിയിൽ ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി ചേർക്കാനുള്ളത്. ഇപ്പോൾ തന്നെ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രതിയാണ് ചെന്താമര. അങ്ങനെയുള്ള ചെന്താമര വീണ്ടും ഇരട്ട കൊലപാതകത്തിലും കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇനി പ്രതിക്ക് ഏതൊക്കെ വകുപ്പുകൾ ആണ് നിലനിൽക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആണ് വ്യക്തത വരേണ്ടത്. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്ന വാദം തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ആ വാദത്തെ കോടതി അംഗീകരിക്കുമോ? വധശിക്ഷ പോലെയുള്ള രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ശിക്ഷ അങ്ങനെയൊരു വിധിയിലേക്ക് പോകുമോ എന്നതാണ് അറിയേണ്ടത്. ഇപ്പോഴിതാ അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ജഡ്ജായിട്ടുള്ള ജോർജ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇരട്ട കൊലപാതക കേസിൽ ചെന്താമര കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തുന്ന സാഹചര്യം ആണ് ഉള്ളത്. 2019 ആയിരുന്നു ചെന്താമര അയൽവാസിയായ സജിതയെ നിഷ്ഠൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ കേസിൽ വിചാരണ നടപടികൾ നടക്കുന്നതിനിടെ കേസിന്റെ നടപടിക്രമങ്ങൾക്കിടെ ജാമ്യത്തിൽ ഇറങ്ങിയ ചെന്താമര 2025 ജനുവരി 27 കുറ്റകൃത്യം നടത്തുകയും സജിതയുടെ ഭർത്താവിനെയും ഒപ്പം ഭർത്താവിന്റെ അമ്മയെയും വധിക്കുകയും ചെയ്തു എന്നതായിരുന്നു ചെന്താമരയ്ക്ക് എതിരായ കേസ്. പിന്നീട് ചെന്താമര ഒളിവിൽ പോകുന്ന സാഹചര്യം. 36 മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ചെന്താമരയെ പിടികൂടുകയും ചെയ്തത്. ചെന്താമര കൃത്യമായ ക്രിമിനൽ സ്വഭാവമുള്ള ആൾ എന്ന് കോടതി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചെന്താമരയ്ക്ക് ഇനിയും ജാമ്യത്തിൽ ഇറങ്ങിയാൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്തേക്കും എന്ന വിവരങ്ങൾ ഉൾപ്പെടെ പോലീസിൽ നിന്ന് പുറത്തുവരുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. നിരവധി 480 പേജുള്ള കുറ്റപത്രമാണ് ഈ വിഷയത്തിൽ സമർപ്പിച്ചത്. 132 സാക്ഷികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ശാസ്ത്രീയ തെളിവുകൾ, ഫോറൻസിക് ഫലം, അങ്ങനെ വിശദമായ റിപ്പോർട്ട് ആണ് കോടതിക്ക് മുന്നിൽ പോലീസ് സംഘം സമർപ്പിച്ചത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഒരു കേസിൽ ഇപ്പോഴിതാ ചെന്താമര കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ചെന്താമരയ്ക്കുള്ള ശിക്ഷയെന്ത്? ഇന്ന് തന്നെ ശിക്ഷ പ്രഖ്യാപിക്കുമോ? ശിക്ഷാവിധി മാറ്റിവെക്കുമോ? ഇതിലൊക്കെയാണ് ഇപ്പോഴും വ്യക്തത കൈവരേണ്ടത്. എന്താണെങ്കിലും ചെന്താമര കുറ്റക്കാരൻ എന്നതിലേക്ക് കോടതി എത്തിയിരിക്കുന്നു. നെന്മാറ ഇരട്ടക്കൊലയിൽ ആണ് പ്രതി ചെന്താമര ഒരേ ഒരു പ്രതി മാത്രമാണ് ഈ കേസിൽ ഉള്ളത്. 2025 ജനുവരി 27 നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം നടത്തിയത്. 2019 സജിത എന്ന വീട്ടമ്മയെ അയൽവാസിയെ കൊലപ്പെടുത്തിയ ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം കൂടി നടത്തിയത്. അതുകൊണ്ട് തന്നെ കേസിന്റെ ഗൗരവം ഇരട്ടിപ്പിക്കുന്ന ഒന്നാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമര ഇപ്പോൾ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന സാഹചര്യം കൂടിയാണ് ഉള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ വിധിയും വരുന്നത്. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ ചെന്താമര കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. 1.5 വർഷത്തിന് ശേഷം, അതായത് ഈ കേസ് അതായത് കുറ്റകൃത്യം നടന്നത് 2025 ജനുവരി 27 എന്ന് നമുക്കറിയാം. 1.5 വർഷങ്ങൾക്ക് ശേഷം ആണ് സുപ്രധാനമായ വിധി പ്രസ്താവം ഉണ്ടാകുന്നത്. സുധാകരൻ, അമ്മ ലക്ഷ്മിയമ്മ എന്നിവരെ ആണ് ഈ ഇരട്ടക്കൊലപാതകത്തിൽ ചെന്താമര വകവരുത്തിയത്. അങ്ങനെ നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ ഇപ്പോഴിതാ പ്രതിയായിട്ടുള്ള ചെന്താമര കുറ്റക്കാരൻ എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു.